തദ്ദേശ തിരഞ്ഞെടുപ്പ് വെച്ച് എപ്പോഴും നിയമസഭയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ 2010 പൂർണ്ണമായിട്ടും തൂത്തുവാരിയിട്ടും 580-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 8 ജില്ലാ പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരത്തിലേറാൻ പറ്റിയത് കേവലം 2 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ്. 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് UDF 42 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 72 സീറ്റുകളിൽ കഷ്ടിച്ച് കടന്നുപോയി. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 47 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായി. 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 2008-ലെ മണ്ഡല പുനർനിർണയം. നമ്പർ 2 BJP-യുടെ ഗ്രോത്ത്. തൃശ്ശൂർ പോകണമായിരുന്നു, കാസർഗോഡ് പോകണമായിരുന്നു, തിരുവനന്തപുരം പോകണമായിരുന്നു, കൊല്ലം പോകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF-ന്റെ ഒരു വേവ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോഴും LDF-നോടൊപ്പമാണ്. 2010-ൽ 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം LDF-നോടൊപ്പം നിന്നിടത്ത് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നും 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-നും